പോലുകളെ ഇതുവരെയും ഞാൻ ഓരോ പാട്ടും ഓരോ വീഡിയോ പാട്ടെന്നല്ല മറ്റോരോ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറയിൽ പിടിച്ച് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. അതെനിക്ക് വലിയ പ്രയാസങ്ങളുണ്ടാകുന്നത് കാരണം എനിക്ക് വീഡിയോയിൽ മാത്രം ഇടാനൊക്കത്തുള്ളൂ, ഷോർട്ട് ഇടാനൊക്കത്തില്ല. എന്താണ് എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇത് ഷോർട്ട് യൂട്യൂബിൽ തന്നെ ഷോർട്ട് ഇട്ടേച്ച് അത് അച്ഛാ എൻ്റെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് ഒരു കാര്യമാണ്, അതിനകത്ത് ഈ അറ്റ് പ്രസൻറ്റ് എനിക്ക് 15 സെക്കൻഡിൽ കൂടുതൽ റെക്കോർഡ് ചെയ്യാനൊക്കെ അപ്പോഴത്തെ കട്ട് പോകും. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ചു പറഞ്ഞു, വെച്ചാൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു കാര്യത്തിൽ വന്നിരിക്കുക, അത് അപ്ലോഡ് ചെയ്യേണ്ടി, അത് നമ്മുടെ ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, അത് ഈ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഇന്നെന്തെങ്കിലും ചെയ്ത് കാര്യം സാധിച്ചോളാം. അങ്ങനെ വീണ്ടും ഞാൻ ഒരു പാട്ട് വീഡിയോയിലിടുന്നു യൂട്യൂബിൽ. ആരൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കൂറിയൊന്നു ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണ പൂവേരി വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റികൾ ചാർത്തി മഞ്ഞക്കൂറിയൊന്നു ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണ പൂവേരി വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. കുഞ്ഞുമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. കുഞ്ഞുമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു, ഓ ഞാൻ തൊട്ടെടുത്തു. എൻ്റെ വിരൽ തുമ്പി ലാവണ്ണരേണുക്കൾ എന്നെഞ്ചിലാകെ പടർന്നു, ഓ പൂങ്കൂലവേല വിടർന്നു, ഓ ഒരു പൂങ്കൂലവേല വിടർന്നു. പിന്നെ ഞാൻ പാടിയ ഈണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. പിന്നെ ഞാൻ പാടിയ ഈണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. അന്തിമയങ്ങിയ നേരത്തു നീയൊന്നു മിണ്ടാതെ പോയി. എൻ്റെ നെഞ്ചിലെ മൈനയും തേങ്ങി, ഓ നെഞ്ചിലെ മൈനയും തേങ്ങി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കൂറിയൊന്നു ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണ പൂവേരി വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കൂറിയൊന്നു ചുറ്റി.